guys, welcome back to my channel. ഞാൻ RamyaHarishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് റെസിപ്പി കണ്ടല്ലോ, കാണുമ്പോൾ എന്ത് തോന്നുന്നു? വായിൽ വെള്ളം വരുന്നുണ്ടോ? പൊങ്കലാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പൊങ്കലായി. സോ ഇന്ന് ഞാൻ വിചാരിച്ചു 2-3 ദിവസം മുമ്പ് തന്നെ പൊങ്കൽ റെസിപ്പി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വാങ്ങാനും സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ഈസി ആയിരിക്കും. സോ ഇന്നത്തെ പൊങ്കലിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് കൽക്കണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പൊങ്കൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മധുരത്തിന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കൽക്കണ്ടാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു കൽക്കണ്ട് പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണൂ, കണ്ടിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ചെറുപരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ പൊങ്കലാണ്. അപ്പം കണ്ടിട്ട് ഉണ്ടാക്കി നോക്കൂ. എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരൂ, ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ. സോ എങ്ങനെയാണ് നമുക്ക് പൊങ്കൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ. സോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കൽക്കണ്ട് പൊങ്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വന്ന ഉടനെ നമുക്ക് ഇതിലേക്ക് ചെറുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുപരിപ്പ് ഞാനിവിടെ 1 കപ്പ് എടുത്ത് നന്നായി കഴുകി വെച്ചതാണ്. ഞാനിപ്പോൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ നല്ലോണം വരും. ഒരു ലൈറ്റ് ബ്രൗൺ നിറം വരുന്ന പോലെ ആക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ആ നെയ്യും ചെറുപരിപ്പും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ പൊങ്കലിന്. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായാൽ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പച്ചരിയും ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചെറുപരിപ്പ് നല്ലൊരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടും വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചരി ഞാനിവിടെ 1/2 കപ്പാണ് എടുത്ത് വച്ചിരിക്കുന്നത്, കഴുകി എടുത്ത് വെച്ചതാണ്. അപ്പം അതും ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ നമുക്ക് 2 കപ്പ് 1/2 കപ്പ് പച്ചരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 4 വിസിൽ വെച്ച് കൊടുക്കണം. 4 വിസിൽ കഴിഞ്ഞാൽ നമുക്ക് പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സോ 4 വിസിൽ വന്നു. ഞാൻ കുക്കർ ഓഫ് ചെയ്തു. കുക്കർ ഓഫ് ചെയ്തിട്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നേരം വെച്ചു. ഗ്യാസ് ഓഫ് ചെയ്യാൻ ഇച്ചിരി നേരം മറന്നുപോയി കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ട് കുഴപ്പമില്ല, നമ്മുടെ കാര്യമൊക്കെ നടക്കും. എനിവേ, എന്തായാലും 4 വിസിൽ വന്ന ഉടനെ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ അബദ്ധം പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു നുള്ള് കുങ്കുമപ്പൂവും ഒരു 1/4 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പാലും കുങ്കുമപ്പൂ ഇട്ടത് നിർബന്ധമില്ല, ജസ്റ്റ് ഒരു ഫ്ലേവർ, ആ കുങ്കുമപ്പൂവിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കൽക്കണ്ട്, ഒന്നല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 2 കൽക്കണ്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഇതേപോലെ ചെറിയ കൽക്കണ്ട്, ക്രിസ്റ്റൽ കൽക്കണ്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ആകെ 1/3 കപ്പേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒന്നല്ലെങ്കിൽ അത് മുഴുവനായിട്ടുള്ളത് ഏകദേശം ഒരു 3/4 കപ്പ് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതേപോലെ വലിയ കൽക്കണ്ടുണ്ട്, അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വലുത് കുറച്ച് നേരം ആവും അലിഞ്ഞ് വരാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് പൊടിച്ചും വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു 5-6 കഷ്ണം മാറ്റി വെച്ചത് കേട്ടോ. അപ്പം അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിളിയിൽ ശബ്ദം കേൾക്കാം, കാരണം ആ കൽക്കണ്ടൊന്ന് അലിഞ്ഞ് വരണവരെ പാനിൽ ചെറുതായിട്ടൊന്ന് ശബ്ദം വരും. അപ്പം ആ പൊടിച്ചും വെച്ചത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 3/4 കപ്പ്, 1 കപ്പോളം വരെ ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ കൽക്കണ്ട ഒന്ന് അലിഞ്ഞ് വരട്ടെ. അലിഞ്ഞ് വന്ന ശേഷം ഒന്ന് നല്ല തിക്കായിട്ട് വരണം. പിന്നെന്താ, നമുക്കിനി ഇടയ്ക്കിടയ്ക്ക്
പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകം ആവണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി 2 ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഒരു ഏലക്ക ഫ്ലേവറിന് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഏലക്ക അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ കൂടെ ഞാൻ പക്ഷേ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചക്കർപ്പൂരം. നമ്മൾ ലഡുവിലൊക്കെ ആഡ് ചെയ്യുന്ന, നമ്മുടെ ദൈവത്തിന് കത്തിക്കുന്ന കർപ്പൂരമല്ല, നമ്മൾ ഫുഡിൽ യൂസ് ചെയ്യുന്ന കഴിക്കാൻ പറ്റുന്ന കർപ്പൂരമുണ്ട്. അതാണ് പച്ചക്കർപ്പൂരം എന്ന് പറയും. പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് പച്ചക്കർപ്പൂരം. എൻ്റെ കയ്യിൽ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. വീട് മുഴുവൻ ഇപ്പോൾ കർപ്പൂരം മണമാണ്. ആ പൊതി ഒന്ന് തുറന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ മണമാണ്. അപ്പം അതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാ ഈ കൽക്കണ്ട ഒന്ന് നമുക്കൊന്ന് അലിഞ്ഞ് വരണം. കുറച്ച് സമയമാവും, വലിയ പീസല്ലേ. ഓക്കെ, അപ്പം മധുരം പോരെങ്കിൽ നമുക്ക് ഇനിയും കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, 3/4 മുതൽ 1 കപ്പ് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വലിയ കട്ട കൽക്കണ്ട് കാണിച്ചില്ലേ, അത് ഞാനിപ്പോൾ ഏകദേശം ഇതിലേക്ക് 250 ഗ്രാമിൻ്റെ വലിയ കട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 1 ടീസ്പൂണോടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഏകദേശം 1 ടീസ്പൂണോടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൂടെ ആഡ് ചെയ്ത ശേഷം ഇതൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൽക്കണ്ടൊക്കെ എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുറുകി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗം, അതായത് നമ്മുടെ ഹൽവ മാതിരി വരണം. ആ ഒരു പരുപ്പാവുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാനൊന്ന് ചെറുതായിട്ട് കുറച്ച് കിസ്മിസും കുറച്ച് കാഷ്യൂ നട്ടും കൂടെ എടുത്തിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ട് നമ്മുടെ പൊങ്കലിലേക്ക്, കൽക്കണ്ട് പൊങ്കലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗം ആയിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഒരു 2 മിനിറ്റ് കൂടെ ആയാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. കണ്ടോ, ചെറുപയറിൻ്റെ കളറാണ് കേട്ടോ ഈ ഒരു കളർ വന്നത് നമുക്ക്. സോ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ പൊങ്കൽ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി 2-3 ദിവസം കൂടി ഉള്ളൂ പൊങ്കലിന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പൊങ്കൽ റെസിപ്പി കാണിച്ചത്. അപ്പം കൽക്കണ്ടൊക്കെ ഇല്ലെങ്കിലും വാങ്ങിയിട്ട് വരാൻ നമുക്ക് സമയമുണ്ട് കേട്ടോ. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു പൊങ്കൽ. പൊങ്കലിനായാലും അല്ലാതെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഹെൽത്തിയാണ്, കാരണം ചെറുപരിപ്പല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്. സോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.